ഉള്ളവർക്ക് ഗോ ടു ചാനൽ ഓപ്ഷൻ ഉള്ളൂ. അങ്ങനെ ഇല്ല ബ്രോ, എല്ലാവർക്കും പറ്റും ബ്രോ, എല്ലാവർക്കും പറ്റും. ഞാൻ അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല ബ്രോ, അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും പറ്റും. നീ ഞാൻ ഇപ്പൊ പിൻ ചെയ്തിട്ടുണ്ടല്ലോ, ആ ചാനൽ ലിസ്റ്റ് പോയിട്ട് നീ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നാളെ മുതലുള്ള അവൻ ലൈവിൽ നീ ഒന്ന് കയറി നോക്കിയാണ്. എന്ത് രസമാണെന്നോ, നല്ല തന്മയത്വം, നല്ല സംസ്കാരം. ഹെഡ്സെറ്റ് വെക്കണം, പൊതു സ്ഥലത്ത് കേൾക്കാൻ പാടില്ല. വാർണിംഗ് സൈൻ ആണ്. പൊതുസ്ഥലങ്ങള് ഇത് ഹെഡ്സെറ്റ് വെച്ച് മാത്രമേ കേൾക്കാം, ഈ ലൈവിൽ പങ്കെടുക്കാൻ പാടുള്ളൂ. അത് രാധിക ഞാൻ ഇന്നലെ പറയണോ വെച്ചിരിക്കുകയാണ്. രാധിക മറ്റേ വാർണിംഗ് ഡിസ്ക്രിപ്ഷനകത്തെ വാർണിംഗ് കൊടുക്കണം, പൊതു സ്ഥലങ്ങളിൽ ഹെഡ്സെറ്റ് ബുക്ക് ചെയ്യുമ്പോഴേക്കിന് എന്ന് പറഞ്ഞിട്ടൊക്കെ ചെയ്തത് കുറച്ചുകൂടെ നല്ലതായി, കുറച്ചുകൂടെ റീച്ച് കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ബാക്കിയുള്ളവർക്ക് കരുതലെടുക്കാൻ ഒരു സമയം കിട്ടും, അത് നല്ലതാണ്. ഞാൻ ഇന്നലെ രാധിക ലൈവ് ഞാനിങ്ങനെ റൂട്ടിലേക്ക് കേട്ടോ, റൂട്ടിലേക്ക് സമയത്ത് ഞാൻ രാധിക ലൈവ് കുറച്ചേ കണ്ടപ്പോ പാട്ടൊക്കെ അപ്പൊ നീ ആ സമയത്ത് ഉണ്ടെന്ന് തോന്നുന്നു, നീ നിശാന്ത സമയത്ത് കവർ. അപ്പൊ ഞാനിങ്ങനെ പാട്ടൊക്കെ പാടുന്ന കണ്ടിട്ട് ഞാനിങ്ങനെ അപ്പൊ ഞാൻ റൂട്ട് കഴിഞ്ഞ് ഓഫീസിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു സ്ഥലത്ത് മഴ പെയ്തിട്ട് ഞാനിങ്ങനെ ഒരു കടയിൽ കയറിയിരുന്നു. അപ്പൊ ഞാൻ രാധിക ലൈവ് പോയിക്കൊണ്ടിരിക്കും, ഞാൻ കയറാതെ പെട്ടെന്ന് ക്ലിക്ക് ചെയ്തപ്പോ എന്റെ മോനോ, ഞാൻ കടയിൽ കയറി ഇരുന്ന മഴ കാരണം. ഭാഗ്യത്തിന് ആ സമയത്ത് ഞാൻ ആ കടയിൽ ഞാൻ ഒറ്റയ്ക്കാണ്, അതായത് ആ മഴ ഇങ്ങനെ പെയ്ത് തുടങ്ങിയത്. അപ്പൊ ഞാൻ പെട്ടെന്ന് കയറി ആ കടയിൽ കയറി ഇരുന്നതാ. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ്, 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10-20 പേര് ആ കട അപ്പോഴേ ഇല്ല വണ്ടി കടയോട് കയറി വന്നു. ഞാൻ ഹെഡ്സെറ്റ് ഹെഡ്സെറ്റ് വെച്ചിട്ടില്ല, ആ സമയത്ത് ഹെഡ്സെറ്റ് വെച്ചിട്ടില്ല. ഞാൻ അങ്ങനെയല്ല, ഞാൻ ആ സമയത്ത് അതിന് മുമ്പിൽ പാട്ടൊക്കെ കേട്ടെ, ഞാൻ രാത്രി ലൈവ് എന്ന് പറയുന്നത് ഞാൻ പാട്ടൊക്കെ കേട്ടൊക്കെ പോകാൻ പാട്ടൊക്കെ കേട്ട് ഞാൻ നല്ല കഴിഞ്ഞിട്ട് ഇങ്ങനെ പെട്ടെന്ന് മഴ തപ്പോ കയറി കണ്ടിട്ട് രാധിക ഞാൻ പെട്ടെന്ന് സൗണ്ട് അല്ലല്ല, ഞാൻ മഴ പെയ്തോണ്ട് കടയിൽ കയറി നിൽക്കോട്ടാ. മഴ പെയ്ത് പെട്ടെന്ന് കടയിൽ കയറി ഫോൺ എടുത്തപ്പോഴത്തേക്ക് നോക്കാതെ രാധികയുടെ ലൈവ് ഫ്രണ്ട് ചെയ്ത് കിടക്കുന്നത്. അപ്പൊ ഞാൻ പാട്ട് എന്തരായി എന്ന് പറഞ്ഞിട്ട് ഞാൻ കയറി നോക്കാതെ പറ്റപ്പോഴത്തേക്കാണ് ബാക്കിയുള്ളവർ പാട്ട് കേൾപ്പിച്ചെടുക്കാൻ വേണ്ടിയായിരിക്കും അല്ലേ. അതെ, അതാണ്. അല്ല, ആ സമയത്ത് ഭാഗ്യത്തിന് ഞാൻ മഴ പെയ്തപ്പോ ഞാൻ പെട്ടെന്ന് കയറിയപ്പോ ആ സമയത്ത് ആയിരുന്നു. പക്ഷെ ഞാൻ ഇത് പെട്ടെന്ന് എല്ലാം മ്യൂട്ട് അത് സൗണ്ട് കൊടുത്തിട്ട് ഹെഡ്സെറ്റ് കണക്ട് ചെയ്തപ്പോഴത്തേക്കും ആളുകൾ ഞാൻ വന്നത്. അപ്പോഴത്തേക്ക് ആൾക്കാർ നോക്കുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്, ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ട്, ഞാനിങ്ങനെ ചിരിച്ചോണ്ടിരിക്കുക, കുരുങ്ങി ചിരിച്ചോണ്ടിരിക്കുക. അപ്പൊ ആൾക്കാർ എണ്ണത്തിനെ നോക്കുന്നത് എന്തൊരു കാണിക്കുന്നത് സംഭവം പച്ച തെറിയാണെന്നുള്ളത് അപ്പുറം ഇപ്പുറം നിൽക്കുന്ന ആൾക്കാർക്ക് ആർക്കും അറിയത്തില്ല കേട്ടോ. ഇവരെല്ലാം നോക്കിക്കൊണ്ടിരിക്കും, ഇപ്പൊ ഇങ്ങനെ ഒറ്റയ്ക്ക് ചിരിക്കുന്ന കാര്യം എന്നിട്ട് ഞാൻ ഹെഡ്സെറ്റ് കാര്യം ഒന്ന് മാറ്റി കഴിഞ്ഞാൽ അവിടെ ഉള്ളവന്മാരെ പഞ്ഞി കിട്ടാൻ. അശ്വിൻ ക്ലാസ് ഉണ്ടായിരുന്നു. ഞാനും കണ്ടു. ഹായ്. അപ്പം ഞാൻ പിൻ ചെയ്തിരിക്കുന്ന ചാനൽ, നമ്മുടെ ചാനൽ ഇപ്പൊ ലൈവ് കണ്ടോണ്ടിരിക്കുന്ന എല്ലാവരും ഞാൻ പിൻ ചെയ്തിരിക്കുന്ന ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അങ്ങനെയുള്ള ആളല്ല. അതെനിക്കറിയാം. ഞാനൊരു കാര്യം അതിപ്പോ ഞാൻ പറഞ്ഞല്ലോ, നേരെ ചവ ഉള്ളവർക്ക് നേരെ ചവ റിപ്ലൈ കൊടുക്കുന്നുണ്ട്, അത് ഞാൻ കാണുന്നുണ്ട്. അത് മാത്രമല്ല, എന്റർടൈൻ ചെയ്യുന്നവർക്ക് നമ്മൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ പറയുന്ന പാട്ട് പാടിത്തരുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാവിധ എന്റർടൈൻമെന്റ് സജ്ജീകരണങ്ങളും അവിടെ ഉണ്ട്. പക്ഷെ ആഡ് കമന്റ് ചെയ്യുന്നവർക്ക് സ്പോട്ടിൽ ആ രീതിയിൽ തന്നെ കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്, അതാണല്ലോ എന്താ തത്വം. അങ്ങനെ തന്നെ വേണം. ഇതേപോലെ തന്നെ മുന്നോട്ട് പോകണം. എന്റെ അഭിപ്രായം ആ ഒരു ട്രേഡ് മാർക്ക് ഡയലോഗാണ്. അങ്ങോട്ട് മാറിയിരിക്കുന്ന ട്രേഡ് മാർക്ക് ഡയലോഗാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ തന്നെ മുന്നോട്ട്, അതെന്റെ ഉപദേശവും എന്റെ അഭിപ്രായം എല്ലാം അത് തന്നെയാണ്. സോ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക. ഓക്കെ, എല്ലാ ഷോർട്സ് കമന്റ്, അതായത് രാധികയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഏതെങ്കിലും 3 ഷോർട്സിന് കമന്റ് ചെയ്യുക, തിരിച്ചും സപ്പോർട്ട് ഉണ്ടാവുന്നതായിരിക്കും. എല്ലാവരും ചെയ്യുക. സോ നമുക്ക് ഇത് പറഞ്ഞ പോലെ യൂട്യൂബിൽ വരുന്ന കമന്റുകൾ പറയുന്നത് പോലെ നമുക്ക് പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകാം. ആ ഒരു ഐഡിയയാണ്. സോ എല്ലാവരും ഞാൻ പിൻ ചെയ്ത ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുകൊണ്ട് അവരുടെ 3 ഷോർട്സിന് കമന്റ് ചെയ്യുക, തിരിച്ച് സപ്പോർട്ട് ചെയ്യുക. സമയത്രേ? ഓക്കെ, 5:30 മണിയായി. സോ ഗൈസ്, ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ഇനി 8:30 മണിക്കുള്ള ലൈവിൽ കാണാം. 8:00-8:30 ലൈവിൽ കാണാം. ഓക്കെ, രാധിക, ചാരു, അതുപോലെ തന്നെ നമ്മുടെ അശ്വിൻ, അഭിഷേക്, എല്ലാവർക്കും